ഉണ്ടാക്കാൻ പോകുന്നത് മാക്രം ഫ്ലവർ ആണ്. മാക്രി ഫ്ലവർ അല്ല, മാക്രം ഫ്ലവർ. അപ്പോൾ ഐ തിങ്ക് മലയാളത്തിൽ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് മാക്രം ഫ്ലവറിൻ്റെ. അപ്പം തന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞി പിള്ളേരുടെയൊക്കെ തലയിൽ ഹെയർ ബാൻഡ് ഒക്കെ വെക്കത്തില്ലേ, അപ്പോൾ അതിന്മേലൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് അത് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ സ്വെറ്റർമേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റർമയൊക്കെ വെക്കുന്ന ഫ്ലവർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോക്സ് എടുക്കാം കേട്ടോ, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കാം. ഞാൻ ആ ബോക്സിൽ ഇങ്ങനെ ഒരു നൂല് വെച്ചിട്ട് അതിൻ്റെ രണ്ട് എൻഡും ഞാനിങ്ങനെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതേ സെയിം ലെങ്ത്തിലുള്ള ത്രെഡ് എടുത്തിട്ട് ആ ത്രെഡിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് രണ്ട് കെട്ടിങ്ങനെ കെട്ടുക. അതുപോലെ തന്നെ ഞാനിവിടെ 16 ത്രെഡ് അങ്ങനെ എടുത്തിട്ടുണ്ട്. 16 ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ത്രെഡും രണ്ട് കെട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാം. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊരിയിട്ട് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തില്ലേ, ആ വർക്ക് ചെയ്തമേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുക. എന്നിട്ട് മുകളിലൊക്കെ ഇടുന്ന ത്രെഡ് ഞാനിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് ഈ സൈഡിൽ കിടക്കുന്ന ത്രെഡ് ഓരോന്നും എടുത്ത് ഇങ്ങനെ രണ്ട് കെട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. കണ്ടോ? ഞാൻ മുകളിൽ ഏറ്റവും ടോപ്പിലിരുന്ന ആ ത്രെഡ് ഇപ്പോൾ താഴേക്ക് വലിച്ചില്ലേ, അത് ഞാനിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നു കേട്ടോ. ആ ഒരു ത്രെഡുമ്മേ മറ്റ് ത്രെഡുകൾ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഓരോ ത്രെഡും രണ്ട് കെട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അടിയിൽ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നൂല് അടിയിലേക്ക് ഇങ്ങനെ വലിച്ച് ആ നൂലുമ്മേ ബാക്കിയെല്ലാം അത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. അടിയത്ത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കെട്ടാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ ചെയ്യാം. കണ്ടോ? ഞാനിതുപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് 3 ലെയറുണ്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. 3 ലെയർ കുറച്ചും കൂടി വലിയ പെറ്റൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. എൻഡിങ് ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നൂല് ഇങ്ങനെ എടുത്ത് ആ നൂലുമേക്ക് ഇങ്ങനെ സൈഡിലിരിക്കുന്ന നൂല് ഇങ്ങനെ രണ്ട് കെട്ടാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇപ്പോൾ ആ കെട്ടിയ നൂലുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു. കണ്ടോ? ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ആ നൂലുമയാണ് അടുത്തത് ഇങ്ങനെ കെട്ടുന്നത്. നമ്മൾ എൻഡിങ് ചെയ്താണ് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഓരോ നൂലും ഇങ്ങനെ രണ്ട് കെട്ട് വെച്ചിട്ട് കെട്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മളിങ്ങനെ തന്നെ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കെട്ടി നമ്മൾ ആ പിന്നൊക്കെ മാറ്റി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് തന്നെ. കണ്ടോ? എന്നിട്ട് ഓരോ പെറ്റലിൻ്റെയും രണ്ട് നൂല് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ 5 പെറ്റൽസും, ഞാൻ നേരത്തെ 4 പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 5 പെറ്റൽസ് ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് ഇങ്ങനെ വേറൊരു ത്രെഡ് വെച്ച് നമ്മളിങ്ങനെ ചുറ്റി നല്ല ടൈറ്റിൽ ഇങ്ങനെ ചുറ്റി കെട്ടണം. കണ്ടോ? നല്ല ടൈറ്റിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ടൈറ്റിൽ തന്നെ ചുറ്റി കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വേണ്ട ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഓരോ നൂലിൻ്റെയും 2 നൂല് വെച്ച് മുകളിലേക്ക് എടുത്തില്ലായിരുന്നോ, അതിനകത്ത് നിന്ന് ഓരോ നൂലും മറ്റേ പെറ്റലിൻ്റെ ഓരോ നൂലും ഇങ്ങനെ എടുത്ത് ഒന്നിനോട് കണക്ട് ചെയ്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഫുള്ളിങ്ങനെ കെട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നൂലിങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഒരു കോംബോ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായി ഈരി കൊടുക്കാം. നന്നായി കോംബോ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നിൽക്കും.
പിന്നെ അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ആ ഫാബ്രിക് പെയിൻറ്റ് ആ ത്രെഡിൻ്റെ അവിടെ നമ്മളിങ്ങനെ തേച്ച് കൊടുത്തു. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ? നമ്മുടെ മാക്രം ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ടപ്പ് ചെയ്ത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.